ഈശോയുടെ വിളിക്കാരുടെ ഹൃദയത്തിൽ സ്മരിക്കുക. നോമ്പ് കാലം 4-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് ഈ ആഴ്ചയിലെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് ഈശോയുടെ മലയിലെ പ്രസംഗത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ ഈശോ പഴയ നിയമത്തിലെ കൽപ്പനകളെ കൂടുതൽ ആഴത്തിൽ വിശദീകരിക്കുന്നു. 2 ഭാഗങ്ങളായി നമുക്കിതിനെ മനസ്സിലാക്കാം. ഒന്നാമതായി 10 കൽപ്പനകളിൽ 6ാമത്തെ കൽപ്പനയായ വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന. ഇവിടെ പുറം പ്രവൃത്തികളിൽ നിന്ന് ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഈശോ ക്ഷണിക്കുകയാണ്. ഈശോ പഠിപ്പിക്കുന്നു, പാപം ശരീരത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. കാമചിന്തയും അശുദ്ധ മനസ്സും ദൈവത്തിന് മുന്നിൽ പാപമാണ്. ഉള്ളിൽ പാപചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ചില്ലെങ്കിലും പാപം ചെയ്തത് തുല്യമാണ് എന്ന് ഈശോ പറയുന്നു. ദൈവം കാണുന്നത് നമ്മുടെ ഉള്ളാണ്, അതായത് നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും. ശുദ്ധി ഉള്ളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന് ഈശോ നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പാപം ഒഴിവാക്കാൻ ശക്തമായ നടപടികൾ ആവശ്യമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇതിന്റെ 2ാം ഭാഗം. നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ അത് ചൂഴ്ന്നു കളയുക. നിന്റെ വലത് കൈ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. ഇവിടെ ഇതിന്റെ വാച്യാർത്ഥം നമ്മൾ അർത്ഥമാക്കുന്നില്ല, മറിച്ച് ദ ഗ്രാവിറ്റി ഓഫ് സിൻ, ആ പാപത്തിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് ഈശോ ഇവിടെ ഊന്നി പറയുകയാണ്. അതായത് നമ്മെ തെറ്റിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ, സാഹചര്യങ്ങൾ ഇവ ഒഴിവാക്കി നമ്മൾ ജീവിക്കണം എന്ന് യേശു ആഗ്രഹിക്കുന്നു. ഇപ്രകാരം നമുക്ക് ഈ ആശയത്തെ മനസ്സിലാക്കാവുന്നതാണ്. ആത്മീയ ജീവിതം സംരക്ഷിക്കുവാൻ ശക്തമായ തീരുമാനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. പാതി നോമ്പിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലും ഹൃദയത്തിലും പരിശുദ്ധി പാലിക്കാനും തെറ്റിലേക്ക് നയിക്കുന്ന സാഹചര്യം